ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു മിനി ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യുന്നത് ഫ്രം മിനീസോയുടെ ന്യൂ ഔട്ട്ലെറ്റ് തൊടുപുഴ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം അത് വിസിറ്റ് ചെയ്യാനും അവിടെ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി വി ആർ ഹിയർ. അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റിലുള്ള മുഴുവൻ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യം ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എൻറ്റയർ വീഡിയോയിൽ ഞാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയ റാൻഡം പ്രോഡക്റ്റ്സാണ് കയ്യിലെടുത്ത് കാണിക്കുന്നത്. ആൻഡ് പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റും വാങ്ങാനുള്ള പ്ലാനിലല്ല നമ്മൾ മിനിസോയിൽ പോയത്. ബട്ട് സ്റ്റിൽ റാൻഡംലി കുറച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാം. യൂഷ്വലി മിനിസോ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷനായിട്ടാണ് ഈ ഒരു പ്ലഷീസിൻ്റെ സെക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു ഔട്ട്ലെറ്റിൽ ഒരുപാട് നല്ല കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മുമ്പ് കൊച്ചിയിലൊക്കെ ഉള്ള ഔട്ട്ലെറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ബെയർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു പ്രോഡക്റ്റ് ഈ ഒരു ഔട്ട്ലെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് മിനി ഡെസ്ക് ഡസ്റ്റ്ബിൻ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ചേഞ്ച് ദാറ്റ്. അതുകൊണ്ട് ആ ഒരു ഡസ്റ്റ്ബിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബ്രൗൺ ബെയർ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു ക്യൂട്ട് ഡക്കിൻ്റെ പാറ്റേൺ സെലക്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. രണ്ടും ഞാൻ ബാസ്ക്കറ്റിൽ ആഡ് ചെയ്ത് ബില്ല് ചെയ്യുന്ന ടൈമിലാണ് ഒരെണ്ണം സെലക്ട് ചെയ്തത്. അത് ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. നെക്സ്റ്റ് എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും വാങ്ങിക്കാൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണ് ഈ ഒരു മിനി സൈസിൽ വരുന്ന കാർട്ട്. അതിന് എബവ് 400 റേറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് അഫോർഡബിൾ അല്ല. മിനിസോ ആക്ച്വലി എല്ലാവർക്കും അറിയാം, ലൈക്ക് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് മിനിസോ. അതുകൊണ്ട് മെജോറിറ്റി പ്രോഡക്ട്സും ഫോർ മീ ഇറ്റ്സ് എക്സ്പെൻസീവ്. ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് മിനിസോയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് സംതിങ് ഡിഫറെൻറ്റ്. യൂഷ്വൽ മിനിസോ ഔട്ട്ലെറ്റ്സിൽ ഉള്ള പ്രോഡക്ട്സ് തന്നെയാണ്. ഞാൻ റാൻഡംലി കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊരു റൂം റിഫ്രഷ്നറാണ്. ഞാനതിൻ്റെ പ്രൈസ് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. 140 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്ലാസ്റ്റിക് ഓർഗനൈസേഴ്സും മഗ്ഗും അതുപോലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പിൻട്രസ്റ്റി കൈൻഡ് ഓഫ് മിറേഴ്സൊക്കെ ഐ തിങ്ക് ഓൺലൈൻ ആപ്സിൽ നമുക്ക് കുറച്ചും കൂടി ചീപ്പർ പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതെന്താണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല. BTS റിലേറ്റഡ് എന്തോ പ്രോഡക്റ്റാണ്. ഈ ഒരു സെക്ഷനിൽ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ്സ് ലൈക്ക് കീച്ചൺ ലൈക്ക് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇതെല്ലാം 400 എബോ ആണ് റേറ്റ് വരുന്നത്. ഞാൻ ഈ ഒരു സാൻറിയോ, കുറോമി, BTS ആ ഒരു സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ബട്ട് ഈ ഒരു സാൻറിയോ ക്യാരക്ടർ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ബട്ട് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതും 400 എബോ ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു സ്ലീപ്പിംഗ് മാസ്കിൻ്റെയും ഹെഡ് ബാൻഡ്സിൻ്റെയും ഒക്കെ സെക്ഷൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ വാങ്ങിക്കില്ല. കാരണം ഇതും എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. കാരണം മിനിസോയിലെ പ്രോഡക്ട്സ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് കോംബ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഹാൻഡ് ബാഗിലൊക്കെ എപ്പോഴും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂട്ട് ടൈനി കോംബ് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു പിങ്ക് വേണോ ബ്ലൂ വേണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് കുറേ നേരം ആ ഒരു സെക്ഷനിൽ നിന്നു. ഫൈനലി ഞാൻ ആ ഒരു പിങ്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നതും 170 ആണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഓർഗനൈസറും അതുപോലെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും എനിക്ക് പിന്നെയും വാങ്ങിക്കാൻ വേണ്ടി എപ്പോഴും തോന്നുന്നൊരു പ്രോഡക്റ്റാണ് ഇതുപോലുള്ള ഓർഗനൈസിങ് പൗച്ചസ്. ഇതിൻ്റെ ഈ ഒരു ലിയോപാഡ് പ്രിൻറ്റിൽ വരുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ 500 എബോ ആണ് റേറ്റ് വരുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ആവശ്യത്തിനുള്ള പൗച്ചസ് ഉള്ളതുകൊണ്ട് ഞാനത് പർച്ചേസ് ചെയ്തിട്ടില്ല. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് മിനി ഓർഗനൈസേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ സ്കിൻ കെയറിൻ്റെ സെക്ഷനിലെല്ലാം ഒരുപാട് ന്യൂ പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല കളർഫുള്ളായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഈ ഒരു മിനിസോ ഔട്ട്ലെറ്റിൽ ബാർബി ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് അവർ ഒരു സെക്ഷൻ ഫുൾ ബാർബി തീമിലുള്ള പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനേക്കാളും വെരി വെരി എക്സ്പെൻസീവ്. ഈ ഒരു സെക്ഷനിൽ നിന്നല്ലാതെ ബാർബി തീമിൽ വരുന്ന ഒരു സിപ്പർ സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ ഞാനിതിൽ ആഡ് ചെയ്യാം. ആക്ച്വലി ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഞാനിപ്പോൾ ചാനലിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു മിനി വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.